ഹായ് പ്രിയപ്പെട്ട മച്ചന്മാരെ, ഞാനേ ഇപ്പം ഒരു റബ്ബർ തോട്ടത്തിന് നടുക്കാൻ നിൽക്കുന്നത് കേട്ടോ. അതായത് റബ്ബർ തോട്ടത്തിന് സ്ഥലം ഞാൻ പറയുന്നില്ല. അപ്പം അവിടുത്തെ സുഖം, അതായത് ഞാൻ നിൽക്കുന്നിടത്തെ സുഖം, ഏ അതുപോലെ നല്ല ഒരു തണുപ്പ് ഏരിയ. നമുക്കറിയാം റോഡിൽ കൂടെ ഒരു തരത്തിലും പോകാൻ പറ്റത്തില്ല, അതുപോലെ കൊടും ചൂടാണ്. ടാറിങ്ങിൻ്റെ ചൂട്, മറ്റുള്ള ചൂട്, കോൺക്രീറ്റിൻ്റെ ചൂട്, ഇൻ്റർലോക്കിൻ്റെ ചൂട്, അതുപോലെ തന്നെ ഏതൊക്കെ രീതിയിലുള്ള ചൂടുകളാണെന്നറിയാം പ്രകൃതി കൊണ്ട് നമുക്ക്. പിന്നെ അതായത് സഹിക്കാൻ പറ്റത്തില്ലാത്ത രീതി. അപ്പോൾ അതിനിടയിലാണ് നമ്മൾ മരങ്ങളുടെ പ്രാധാന്യം നമ്മളൊന്ന് മനസ്സിലാക്കി. ഇപ്പോൾ റബ്ബർ തളുത്ത് നിൽക്കുകയാണ്. റബ്ബർ തളുത്ത് നിൽക്കുമ്പോൾ നമുക്കറിയാം വനത്തിലൂടെ പോകുമ്പോൾ നിരവധി വാഹനങ്ങൾ അവിടെ പാർക്ക് ചെയ്തിരിക്കുക. എന്നറിയോ? ഈ തണുപ്പിൽ കിട്ടാൻ വേണ്ടി. ആ ഒരു സുഖം തന്നെയാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ വീടുകളിലും 5 സെൻറ്റ് സ്ഥലം, 10 സെൻറ്റ് സ്ഥലം ഉള്ളവർ പോലും നമ്മുടെ വീടിൻ്റെ മുറ്റത്തൊരു മരം വെച്ച് പിടിപ്പിക്കാനോ, ഫലഭൂഷ്ടമുള്ള കായ്ഫലമുള്ള മരങ്ങൾ വെച്ച് പിടിപ്പിക്കാനോ തയ്യാറാകുന്നില്ല. ഇതൊക്കെ വരും കാലങ്ങളിൽ തയ്യാറാകേണ്ടി വരും എന്നുള്ള സൂചനയാണ് ഇപ്പോഴത്തെ കൊടും ചൂട് നൽകുന്നത്. ഓക്കെ, അടുത്തൊരു വീഡിയോ കാണുന്നവർ നന്ദി, നമസ്കാരം. ഓക്കെ, നമ്മുടെ പ്രകൃതി നമുക്ക് കനിഞ്ഞില്ലെങ്കിൽ നമ്മുടെ എല്ലാം സർവ്വനാശമുണ്ടാകുമെന്ന് ഞാൻ ഈ വീഡിയോ നിങ്ങൾ ഓർപ്പിക്കുന്നു, നമുക്ക് വേണ്ടി ഓർപ്പിക്കുന്നു. ഓക്കെ, താങ്ക് യു.